അപ്പോഴേ നമ്മുടെ പഴയ കൃഷികളൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. പിന്നെ വീണ്ടും പുതിയ കൃഷിയൊക്കെ തുടങ്ങിയായിരുന്നു. അത് ഞാൻ പിന്നെ കാണിക്കാൻ സമയമില്ലാഞ്ഞുകൊണ്ട് കാണിക്കാഞ്ഞതാണ് കേട്ടോ. ദാ ഇത്രേ ആയിട്ടുണ്ട്. അടുത്ത കൃഷിയൊക്കെ ദാ ഇത്രേ ആയിട്ടുണ്ട്. പയറൊക്കെ നമുക്ക് പന്തലിനകത്തോട്ട് വള്ളി കെട്ടി കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ തവണയും ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പുതിയ കൃഷി തുടങ്ങുന്നതെന്നുള്ളത്. എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ കൃഷിയാണ്. അപ്പം പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് മണ്ണൊരുക്കലാണ്. അപ്പം മണ്ണൊരുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു 7 ദിവസത്തിന് മുന്നേ കുമ്മായം ചേറി മണ്ണിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ നമ്മൾ വാരം കോരിയിട്ടും അതിനകത്ത് വേണ്ട വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന വളം ഇത്തവണ ഞാൻ ചേർത്തിരിക്കുന്നത് കോഴിവളം, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി ഇത്രയും ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ വാരം മൂടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വാരം മൂടിയ ശേഷം അതിൻ്റെ പുറത്തൂടെ നമ്മൾ പൈപ്പ് വലിച്ചിടും. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ഷീറ്റ്, മൾച്ചിങ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്, അത് വലിച്ചിടും. അതിനുശേഷമാണ് നമ്മൾ വിത്ത്, അതിനകത്ത് ഓരോ ഹോളുണ്ട്, അതിനകത്ത് നമ്മൾ വിത്ത് നട്ടു കൊടുക്കും. എല്ലാ തവണയും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ തവണയും ഞാൻ മിക്കവാറും കാണിക്കാറുണ്ട്. ഇത്തവണ കാണിച്ചില്ല, കാരണം വേറെ കുറച്ച് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു അതിൻ്റെ. അപ്പോഴതാ ഇതിപ്പം നമ്മൾ വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഇത് കെട്ടാൻ പോവാണ് കേട്ടോ. നമുക്ക് പന്തലിനകത്തോട്ട് ഇതിനെ ഒന്ന് കയറ്റി കൊടുക്കണം. അതിന് വേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന നൂല് കണ്ടോ, ഈ നൂലാണ് നമ്മുടെ ചാക്ക് നൂല്. നമുക്ക് പണ്ട് കടയിൽ നിന്നൊക്കെ സാധനം പൊതിഞ്ഞ് വരുമ്പം കിട്ടുന്ന ആ ഒരു ചണം ഉണ്ടല്ലോ, ചണം എന്ന് പറയും, ആ ഒരു നൂലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഞാനിത് കടയിൽ നിന്ന് തൂക്കി വാങ്ങിച്ചതാണ്, ചണമായിട്ട് തൂക്കി വാങ്ങിച്ചത്. ഇതാകുമ്പോൾ വലിയ വിലയും ഇല്ല. ഇത് നമുക്ക് ഒരു നല്ല പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇത് പന്തലിൽ കയറി കഴിയുമ്പോൾ ഈ വള്ളി പൊട്ടിപ്പോയാലും നമ്മുടെ പയർ പന്തലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചണനൂല് കൊണ്ട് തന്നെ കെട്ടിക്കൊടുക്കുന്നത്. അപ്പം എന്താ, നമ്മൾ ആദ്യമേ അത് കെട്ടുന്നതിന് മുമ്പ് ഇതായി കാണുന്നുണ്ടോ, ഈ കാണുന്ന ഏറ്റവും അടിയിലെ ഇലകൾ നമ്മൾ കൂടുതലായിട്ട് കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഒരു പകുതി ഭാഗം വരെയുള്ള ഇലകൾ നമ്മൾ പന്തലിൽ കയറുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് കളയും. ഇപ്പോൾ ഈ ഇലയ്ക്കകത്ത് തന്നെ ചെറിയ ചെറിയ രോഗങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിത്രകീടത്തിൻ്റെ ഒരു ആക്രമണം ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള ഇലകൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് ഓരോ ചെടിക്കും ചെറുതായിട്ട് ഇങ്ങനെയൊന്നും നമ്മൾ വള്ളി കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പന്തലിനകത്തോട്ട് പതിയെ ഇതിനകത്ത് പിടിച്ചങ്ങ് കയറിക്കൊള്ളും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കെട്ടി കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ വള്ളി മേളോട്ട് വീശി അങ്ങ് കയറി കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് താഴെ കിടന്ന് കുറേ പടന്ന് അത്രയും സമയം കൂടെ പോകും. പക്ഷേ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. പെട്ടെന്ന് അത് തന്നെ വള്ളിക്കകത്ത് കയറി അങ്ങ് പൊക്കോളും. പിന്നെ ഇത് കുറച്ചൊരു പടർന്നു കഴിഞ്ഞ ശേഷം ഇതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ബ്രാഞ്ചസ് വരും കേട്ടോ. അപ്പം നമ്മൾ ആ ബ്രാഞ്ചസ് ഇതേപോലെ തന്നെ മുകളിലോട്ട് കെട്ടിക്കൊടുക്കണം. അപ്പം ചിലരൊക്കെ അത് കട്ട് ചെയ്ത് കളയാറുണ്ട്. എനിക്ക് തോന്നുന്നത് കട്ട് ചെയ്ത് കളയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് കളയാതാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ എനിക്ക് ശകലം വിളവ് കുറഞ്ഞതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിപ്പം കട്ട് ചെയ്യാറില്ല. നേരിട്ട് ഞാൻ പന്തലിൽ തന്നെ അങ്ങ് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മഴ സീസൺ ആയപ്പോൾ നമുക്ക് പയറും എല്ലാം നടാൻ പറ്റിയൊരു സമയമാണ്. പാവലും പയറും പടവലും എല്ലാം നടാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോഴും. ഇപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ മഴയൊന്ന് കിട്ടിയപ്പോഴത്തേക്ക് മണ്ണൊക്കെ ഒന്ന് തണുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കൃഷി ഒരുക്കങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന വളരെ നല്ലൊരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കൃഷി ഒരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ മഴയ്ക്ക് മുമ്പ് തന്നെ പന്തലിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിളവെടുക്കാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വളർച്ചയൊക്കെ ഒന്ന് മുരടിക്കാൻ ചെറുതാവാൻ സാധ്യതയുണ്ട്. അതേപോലെ വിത്തുകൾ നടുന്നത് കിളിച്ച് വരാനും ഒക്കെ ഇച്ചിരി പ്രശ്നം കാണും. അപ്പോൾ ഈ ഒരു സമയം നമുക്കിപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നല്ലതാണെന്നാണ് തോന്നുന്നത്. നമ്മളെല്ലാ സമയത്തും ഒരു മെയ് അവസാനം ജൂൺ ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്കിനും പന്തലിലേക്ക് കയറും. നമ്മുടെ വിളകളൊക്കെ ഒരുവിധം പന്തലിലേക്ക് കയറുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മഴയെ അതിജീവിച്ചിട്ട് നമുക്ക് കുറച്ച് വിളവുകളൊക്കെ കിട്ടും. അപ്പം ഞാൻ എല്ലാ തവണയും ചെയ്യുന്ന ഈ ഒരു സീസണിലെ കൃഷിയാണ്. അപ്പം ഈ ഒരു സീസണിൽ ചെയ്യുന്ന കൃഷിയുടെ അത്രയും വിളവ് എനിക്ക് വേനൽക്കാലത്ത് കിട്ടാറില്ല. അത് ഈ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ട് വല്ലതും ആയിരിക്കും. ഈ മണ്ണാണെങ്കിൽ വെള്ളം വീണ് കഴിഞ്ഞ് പെട്ടെന്ന് വാർന്നു പോകുന്ന ഒരു ടൈപ്പ് മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഇവിടുത്തെ കൃഷി ഒരല്പം പ്രശ്നമുള്ളതാണെങ്കിലും നമ്മൾ ചെയ്യാതിരിക്കത്തില്ല, എല്ലാ വർഷവും നമ്മൾ ചെയ്യും. അപ്പോഴേ ഇത്രയും ആയിട്ടുണ്ട് നമ്മുടെ കൃഷിയൊക്കെ.